അങ്ങനെ തിരക്കിട്ട ചർച്ചകൾ ഡൽഹിയിൽ പുരോഗമിക്കുകയാണ്. അന്തിമ തീരുമാനം ഇന്ന് തന്നെ ഉണ്ടായേക്കും. കണ്ണൂർ സീറ്റും കോന്നി സീറ്റും ഒഴിച്ചിടുമെന്ന് നേരത്തെ പറഞ്ഞെങ്കിലും ഇന്ന് തന്നെ ആ സീറ്റിലടക്കം 40ഓളം സീറ്റുകളിൽ പ്രഖ്യാപനം പ്രതീക്ഷിക്കുന്നുണ്ട്. ശ്രീ എൻ ശ്രീകുമാർ, കോൺഗ്രസ് സഹയാത്രികൻ നമ്മുടെ തത്സമയം ചേരുന്നുണ്ട്. ശ്രീ എൻ ശ്രീകുമാർ, അങ്ങനെ കലാപക്കൊടി ഉയർത്തി അത് സുധാകരന് വിജയം കണ്ടിരിക്കുന്നു. സുധാകരൻ ഉയർത്തിയ ആ കലാപക്കൊടിയുടെ മറ്റൊരു ആനുകൂല്യം അടൂർ പ്രകാശിലേക്ക് കൂടി വരികയാണ്. അപ്പോൾ ഈ മാനദണ്ഡങ്ങൾ, പൊതു മാർഗനിർദ്ദേശം, അത് ഹൈക്കമാൻഡിന് അതിന് മുന്നിൽ, ഇവരുടെ ഈ കടുംപിടുത്തത്തിന് മുന്നിൽ വഴങ്ങേണ്ടി വരുന്ന സാഹചര്യമാണോ ശ്രീ എൻ ശ്രീകുമാറുള്ളത്? ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല എങ്കിലും പ്രഥമ പരിഗണന എന്നുള്ളത്, അല്ലെങ്കിൽ ഇപ്പോഴത്തെ നിലവിലെ ഒരു സിറ്റുവേഷൻ, അത് രണ്ടുപേർക്കും ഒരു ഇളവ് നൽകിയേക്കും നേതൃത്വം എന്നതാണോ? അത് നമുക്ക് ഏകദേശം ഉറപ്പിക്കാൻ കഴിയുന്നതാണോ ശ്രീ ശ്രീകുമാർ? നോക്കൂ ശ്രീ പ്രജീഷേ, എം പിമാര് മത്സരിക്കണോ വേണ്ടയോ എന്നെ സംബന്ധിച്ച് തർക്കം കോൺഗ്രസിൽ ഉണ്ടായിരുന്നു. ഇക്കാര്യത്തിൽ എം പിമാർ മത്സരിക്കേണ്ടതില്ല എന്ന് AICC ഔദ്യോഗികമായിട്ടൊരു പ്രസ്താവന ഇറക്കിയിട്ടില്ല. അപ്പൊ കെ സുധാകരനും അതുപോലെ അടൂർ പ്രകാശനും ഒക്കെ മത്സരിക്കാൻ ഒരു താല്പര്യം വരുമ്പോൾ അവരോട് മത്സരിക്കേണ്ട എന്ന് പറഞ്ഞ് കാണണം. പക്ഷെ അവർക്ക് മത്സരിക്കണമെന്ന് തോന്നുന്നത് UDF അധികാരത്തിൽ വരുമ്പോൾ കേരളത്തിലെ മന്ത്രിസഭയിലേക്ക് ഒരു അംഗമാകാം എന്നുള്ള ഒരു ആഗ്രഹമായിരിക്കാം. അതൊന്നും മറച്ചു വെച്ചിട്ട് കാര്യമൊന്നുമില്ല. അല്ലെങ്കിൽ ഇപ്പൊ MP ആയിരിക്കുന്ന ഒരാൾക്ക് MLA മത്സരിക്കേണ്ട ആവശ്യമില്ലല്ലോ. പക്ഷേ ശ്രീ സുധാകരന്റെ ഒരു കാര്യത്തില് ഒരു പ്രത്യേകത ഞാൻ കാണുന്നത്, അതേ കണ്ണൂരിലത്തെ ഒരു മാർക്സിസ്റ്റ് വിരുദ്ധ രാഷ്ട്രീയത്തിന്റെ പ്രതീകമാണ്. അപ്പൊ അവിടെ സുധാകരൻ കണ്ണൂരിൽ മത്സരിച്ചാൽ ഉണ്ടാകുന്ന ഒരു മാർക്സിസ്റ്റ് വിരുദ്ധ മനോഭാവം അത് വ്യാപകമായി ജില്ല മുഴുവൻ വ്യാപിക്കും, കണ്ണൂർ മണ്ഡലത്തിൽ മാത്രമല്ല. അങ്ങനെ ഒരു ഗുണം അവിടെ കിട്ടുമെന്ന് ഞാൻ ധരിക്കുന്നുണ്ട്. അല്ല, ഹൈക്കമാൻഡ് അത് തീരുമാനിക്കുന്നത് അതൊന്നും കൊണ്ടാവില്ല. ഇപ്പൊ സുധാകരൻ പറയണം എനിക്ക് മത്സരിച്ചേ മതിയാവൂ എന്ന് പറഞ്ഞാൽ മത്സരിച്ചോളൂ എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം അദ്ദേഹം വർക്കിംഗ് കമ്മിറ്റി മെമ്പർ കൂടിയാണ്. ഈ കോന്നിയിലത്തെ പ്രശ്നം എന്താ വെച്ചാല്, കോന്നി ഇപ്പൊ CPM-ന്റെ കയ്യിലാണ്. അപ്പൊ അതുകൊണ്ട് അവിടെ പഴയ കാലത്ത് അടൂർ പ്രകാശിന്റെ കയ്യിലായിരുന്നു. അപ്പൊ അടൂർ പ്രകാശ് കോന്നിയിൽ വരികയാണെങ്കിൽ ആ സീറ്റ് എന്തായാലും കോന്നിയിൽ ജയിക്കാൻ കഴിയും എന്ന് കോൺഗ്രസിന് അറിയാം. ഒപ്പം ശിവഗിരി മഠത്തിന്റെ താല്പര്യം കൂടി സംരക്ഷിക്കാൻ കഴിയും. അപ്പൊ ഇങ്ങനെ ഒരുപാട് തന്ത്രങ്ങൾ നോക്കുമ്പോൾ ഒരുപക്ഷെ കോൺഗ്രസ് അത് അനുവദിച്ചേക്കും. പക്ഷേ ശ്രീകുമാർ, ഇത്രയും വലിച്ചു നീട്ടേണ്ട ഒരു ആവശ്യമുണ്ടായിരുന്നു. ഇതാണ് സാഹചര്യങ്ങൾ എങ്കിൽ ഇത്രയും ദിവസമായി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ഉടൻ തന്നെ 24 മണിക്കൂറിനകം സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ ഒരു മാസ്മരികത ഞങ്ങൾ ഉണ്ടാക്കുമെന്നൊക്കെ പറഞ്ഞ ആ വാക്കുകൾ അത് ഡൽഹിയിൽ തട്ടിയാണ്. ഇതേ ഹൈക്കമാൻഡ് തന്നെ പരിശോധിക്കുന്നു, ഈ ഹൈക്കമാൻഡ് തന്നെ ചർച്ചകൾ നീട്ടിക്കൊണ്ടുപോകുന്നു. അപ്പോൾ ഇത് ആദ്യമേ ആകുമായിരുന്നു. നോക്കൂ, ഇന്നലത്തെ വൈകുന്നേരം വന്ന പട്ടിക തന്നെ എന്താണ്, അതിൽ കാര്യമായിട്ടുള്ള പരാതികളൊന്നും ഇല്ലാത്ത ഇടമാണ്. ഇത് ആദ്യമേയൊക്കെ ചെയ്യാമായിരുന്നു. അപ്പോൾ ഇങ്ങനെ വലിച്ചു നീട്ടിക്കൊണ്ടുപോയി ഒരു ആശയക്കുഴപ്പം ഉണ്ടാക്കേണ്ടിയിരുന്നോ? അല്ല, അത് സാഹചര്യങ്ങളല്ലേ. ഇന്നത്തെ സാഹചര്യം അല്ലല്ലോ രാഷ്ട്രീയത്തിൽ അടുത്ത മണിക്കൂറില്. അപ്പൊ അതുകൊണ്ട് ആ സാഹചര്യം മാറിയപ്പോൾ അങ്ങനെ ആയിപ്പോയതാണ്. ഇതിൽ കോൺഗ്രസ് നേതൃത്വത്തെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ ഇതിൽ വിഷയം എന്താ വെച്ചാൽ, ഈ പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് നോക്കുകയാണെങ്കിൽ അവർ ഭയങ്കര അസംതൃപ്തരാണ്, യാതൊരു സംശയമില്ല. കാരണം എന്തിനാണ് MPമാർക്ക് മത്സരിക്കുന്നത് എന്നൊരു ലളിതമായ ചോദ്യം അവർ ഉന്നയിക്കും. പക്ഷെ അതിലത്തെ ഈ രാഷ്ട്രീയ തന്ത്രങ്ങളും മന്ത്രങ്ങളും ഒന്നും അവർ ഓർക്കണമെന്നില്ല. ഇങ്ങനെ അനുകൂലമായ സാഹചര്യം ഉണ്ടായിട്ടത് കളയണോ എന്നുള്ള ചിന്തയൊക്കെ ഒരുപാട് കോൺഗ്രസ് പ്രവർത്തകർ ഉണ്ടാവും. പക്ഷെ അത് മാത്രം കണ്ടിട്ട് പാർട്ടിക്ക് തീരുമാനമെടുക്കാൻ കഴിയില്ല. കാരണം ശിവഗിരി മഠാധിപതി സച്ചിദാനന്ദ സ്വാമി പറഞ്ഞ എന്താണ്, രാജീവ് ഗാന്ധിയുടെ കാലം തൊട്ടുള്ള കാര്യങ്ങൾ, കരുണാകരൻ ആന്റണിയുടെ കാലം തൊട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹം വിവരിക്കുകയാണ്. അപ്പൊ അങ്ങനെയൊക്കെ ഒരു അവസ്ഥ വരുമ്പോൾ അടൂർ പ്രകാശ് ഒരു സീറ്റ് കൊടുക്കുകയാണെങ്കിൽ ആ പ്രശ്നമേ തീരും. അല്ല ശ്രീ എൻ ശ്രീകുമാർ, ഇതൊന്നും ഒരു സുപ്രഭാതത്തിൽ ഒരു രാവിലെ ഉണർന്നെണീക്കുമ്പോൾ ഉണ്ടാകുന്ന കാര്യങ്ങളല്ല. നേരത്തെ തന്നെ ഇത് പരിശോധിക്കണം. നോക്കൂ, ഒരു 10 വർഷം പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു പാർട്ടിയാണ്. ആ പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു പാർട്ടി വളരെ പെർഫെക്റ്റ് ആയിട്ട് കാര്യങ്ങൾ, അത് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകതയാണ്, കുറച്ചുകൂടി സമയം കിട്ടുകയാണ്. അല്ലെങ്കിൽ നീട്ടി പ്രചരണത്തിന് ദിവസങ്ങൾ കുറഞ്ഞുവെങ്കിലും കൂടിയാലോചനകൾക്ക് ഒരുപാട് സമയം കിട്ടി. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് പോകണമായിരുന്നു. ഇതെന്താണ്, മണ്ഡലത്തിലടക്കം ആശയക്കുഴപ്പമുണ്ടാകുന്നു. ഇതൊരു പക്ഷേ 2 ദിവസം കഴിയുമ്പോൾ അങ്ങ് മാറിയേക്കാം കാര്യങ്ങൾ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ. പക്ഷേ ഇങ്ങനെ ഒരു ആശയക്കുഴപ്പം വേണ്ടിയിരുന്നില്ലല്ലോ. പ്രധാനപ്പെട്ട ഒരു കാര്യം പ്രതീക്ഷ ആലോചിക്കേണ്ടത്, കേന്ദ്രത്തിൽ ഭരണമുള്ള ഹൈക്കമാൻഡ് അല്ല എന്നുള്ളത്. കേന്ദ്രത്തിൽ ഭരണമുള്ള ഒരു കോൺഗ്രസ് ഹൈക്കമാൻഡ് ആണെങ്കിൽ ഇതൊക്കെ അങ്ങ് തീർന്നേനെ. പക്ഷെ ഭരണമില്ലാതായിപ്പോയി. അപ്പൊ ചില നേതാക്കൾ പറയുന്നത് കേൾക്കേണ്ട അവസ്ഥ വരും. പരമാവധി പരിഹരിക്കാൻ ശ്രമിക്കും, പിന്തിരിപ്പിക്കാൻ ശ്രമിക്കും. നടക്കില്ല എന്ന് വന്നാൽ തീരുമാനം മാറ്റേണ്ടി വരും. അത് നിങ്ങൾ നോക്കൂ, ഇപ്പൊ CPM എടുത്ത അവസ്ഥ ഇങ്ങനെ തന്നെ അല്ലേ പ്രതീക്ഷ? മുസ്ലിം ലീഗില് നമ്മൾ എപ്പോഴെങ്കിലും പ്രതീക്ഷിച്ച അബ്ദുറഹ്മാൻ രണ്ടത്താണിയെ മത്സരിക്കുമോ ഇല്ലയോ എന്നുള്ളതല്ല. അബ്ദുറഹ്മാൻ രണ്ടത്താണിയെ പോലുള്ള ഒരാള് രാവിലെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുകയാണ്, അതിർത്തിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. അദ്ദേഹം ലീഗ് രാഷ്ട്രീയത്തിനെതിരായിട്ടൊന്നും ചെയ്യില്ലെന്ന് പറയുന്നു. എന്നാൽ പോലും അതുപോലെ അവരുടെ വനിതാ ലീഗിന്റെ നേതാവ് എന്താ പറഞ്ഞത്? അപ്പൊ ഇതൊക്കെ രാഷ്ട്രീയത്തിലെ ഓരോ കാലത്തും മാറിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയുണ്ട്.
അപ്പൊ കോൺഗ്രസ് അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഞാൻ ഒരു കാര്യമാണ് ഞാൻ കൃത്യമായിട്ട് പറയാം, അധികാരമുള്ള കോൺഗ്രസ് ഹൈക്കമാൻഡ് ആയിരുന്നുവെങ്കിൽ, പ്രധാനമന്ത്രി പദത്തിൽ ഒരു കോൺഗ്രസ് പ്രസിഡന്റ് ഉണ്ടായിരുന്നുവെങ്കിൽ ഇതൊന്നും നടക്കുമായിരുന്നില്ല. പക്ഷെ അധികാരമില്ല. അപ്പോൾ അതുകൊണ്ട് ചില നേതാക്കളുടെ വാശിക്കോ ദുർവാശിക്കോ വഴങ്ങേണ്ടി വരും. പക്ഷെ ഇതിന് വാശിയും ദുർവാശിയും എന്നൊക്കെ പ്രത്യക്ഷത്തിൽ തോന്നുന്നതാണ്. പക്ഷെ ഇത് ഗണിച്ചു വരുമ്പോൾ ചിലപ്പോൾ ഒരു ഘട്ടത്തിൽ നമുക്ക് തോന്നുക കുറെ പേരെ നിശബ്ദരാക്കാൻ പറ്റുമല്ലോ. അതായത് ഒരാൾക്ക് വഴങ്ങിക്കൊടുത്താൽ വലിയൊരു വിഭാഗത്തിന്റെ പിന്തുണ നേടാൻ പറ്റും ചിലപ്പോൾ. അത് നിസ്സാരമല്ലല്ലോ. ഒരു നേതാവിന് വഴങ്ങിക്കൊടുത്താൽ വലിയൊരു വിഭാഗത്തിന്റെ വലിയൊരു പ്രസ്ഥാനത്തിന്റെ അതൃപ്തി മാറ്റാൻ പറ്റിയാൽ അതൊരു ഗുണമല്ലേ? കാരണം കോൺഗ്രസ് ഇങ്ങനെ അതൃപ്തി മാറ്റിയില്ലെങ്കിൽ തൊട്ടപ്പുറത്ത് വേറെ ഒരു പാർട്ടി ഉണ്ട്. തീർച്ചയായും അതാണ് ഇന്നത്തെ സാഹചര്യം. ഒറ്റ മിനിറ്റ്. പഴയ കാലത്താണെങ്കിൽ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയൊക്കെ ആണെങ്കിൽ അവർക്ക് അവരുടെ നിലപാടുണ്ട്. അപ്പൊ അവര് കോൺഗ്രസ് ഇങ്ങനെ ചെയ്താലും അവരാ നിലപാട് നിൽക്കും. ഇപ്പൊ അങ്ങനല്ല. ഇപ്പൊ അവര് നിലപാട് പെട്ടെന്ന് മാറ്റുന്നവരാ. അപ്പൊ അതുകൊണ്ട് ആ രാഷ്ട്രീയം കൂടി കോൺഗ്രസിന് പരിശോധിക്കേണ്ടതായി വരും. അതുകൊണ്ട് പിന്നെ ശ്രീ എം ജയചന്ദ്രൻ, ഇടത് സഹയാത്രികൻ കൂടി ചേരുകയാണ്. ശ്രീ എം ജയചന്ദ്രൻ, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് 24 മണിക്കൂറിനുള്ളിൽ സ്ഥാനാർത്ഥി പട്ടിക പുറത്തേക്ക് ഇറക്കുമെന്ന കോൺഗ്രസിന്റെ 3ാമത്തെ ദിവസമാണ്. 55 സീറ്റുകളിൽ മാത്രമേ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനായിട്ടുള്ളൂ. ബാക്കി 40 സീറ്റിൽ നിന്ന് ഒരു പ്രഖ്യാപനം ഉണ്ടാകുമെന്ന്. അപ്പോൾ ഈ സുധാകരൻ ഉയർത്തിയ അസാധാരണമായിട്ടുള്ള ഒരു പ്രതിസന്ധി അത് പരിഹരിക്കപ്പെടുന്നു. നോക്കൂ, അവിടെ കോന്നി പോലെയുള്ള ഒരു മണ്ഡലത്തിൽ അടൂർ പ്രകാശിന് താഴെത്തട്ടിലടക്കം വലിയ പിന്തുണ ഉണ്ട് എന്ന് തെളിയിക്കപ്പെട്ടിട്ടുള്ള ഒരു നേതാവ് കൂടി അവിടേക്ക് വരികയാണ്. കാര്യങ്ങൾ അവിടെ പരിഹരിക്കുന്നു കോൺഗ്രസ് ഇന്ന്. എങ്ങനെയാണ് ഈ ഫൈറ്റിങ്ങിനെ കാണുന്നത്? കോൺഗ്രസിൽ സുധാകരൻ കൂടി ഈ ഒരു ഫൈറ്റിലേക്ക് വരികയാണെങ്കിൽ, കണ്ണൂരിലേക്ക് വരികയാണെങ്കിൽ അതുണ്ടാക്കുന്ന ആവേശം വലുതായിരിക്കില്ലേ? അല്ലത് ആവേശം ലഭിക്കുന്നതോ മറ്റു കാര്യങ്ങളിൽ ആ ആവേശം ത്വരിപ്പിക്കുന്നതൊക്കെ UDFന്റെയും കോൺഗ്രസിന്റെയും കാര്യമാണ്. പക്ഷെ അടിസ്ഥാനപരമായി ഇപ്പോ കേരളീയർ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ കൃത്യമായ സത്യസന്ധമായ ഒരു നയവും നിലപാടും ഇല്ലായ്മയാണ്. ഞാൻ എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞെന്ന് ചോദിച്ചാൽ, ആരാണ് തളിപ്പറമ്പിലെ സ്ഥാനാർത്ഥി? CPM-നോട് പിണങ്ങിപ്പിരിഞ്ഞ CK ഗോവിന്ദൻ. ആരാണ് LDFന്റെ സ്ഥാനാർത്ഥി? PK ശ്യാമള, ഗോവിന്ദമാഷുടെ ഭാര്യ. അത് വലിയ വിമർശനമായി അല്ലെങ്കിൽ ആരോപണമായി കോൺഗ്രസ് ഇപ്പോഴും കൊണ്ടു നടക്കുകയാണല്ലോ. ഇന്നലെ 55 പേരുടെ ലിസ്റ്റ് വന്നല്ലോ. അല്ല ശ്രീ ജയചന്ദ്രൻ, അതായത് തളിപ്പറമ്പിലെ കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ അവിടെ തദ്ദേശത്തിൽ മത്സരിക്കാൻ പോലും കോൺഗ്രസിന് അവിടെ ആളുകളില്ലാത്ത ഒരു മേഖലയായിരുന്നു. അപ്പോൾ അവർക്ക് അവിടെ ഒരു പാർട്ടിക്കുള്ളിൽ നിന്നും ഒരാള് കലാപക്കൊടി ഉയർത്തി അല്ലെങ്കിൽ പൊട്ടിത്തെറിയുമായി പുറത്തേക്ക് വരുമ്പോൾ അത് രാഷ്ട്രീയമാണ്, പൊളിറ്റിക്സ് ആണ്. അത് ഉറ്റുനോക്കുക സ്വാഭാവികമാണ്. താങ്കൾ ആ പൊളിറ്റിക്സിനെ എൻഡോഴ്സ് ചെയ്തോളൂ, എനിക്ക് അതിനകത്ത് വിരോധമൊന്നുമില്ല. പക്ഷെ ഞാൻ പറയുന്നത് ഇദ്ദേഹത്തെ DK ഗോവിന്ദൻ അങ്ങനെ കാണുമ്പോ ഇന്നലെ പ്രഖ്യാപിച്ച ലിസ്റ്റിൽ പാലക്കാട് ജില്ലയിലെ കോങ്ങാട് അസംബ്ലി നിയോജകമണ്ഡല സ്ഥാനാർത്ഥി ആരാണ്? അവരുടെ പേര് KA തുളസി എന്നാണ്. അവരാരുടെ ഭാര്യയാണ്? പാലക്കാട് MP VK ശ്രീകണ്ഠന്റെ ഭാര്യയാണ് KA തുളസി. അതിൽ യാതൊരു അസ്വാഭാവികത, അപാകതയും സത്യസന്ധത ഇല്ലായ്മയും കാണുന്നില്ല ഈ കോൺഗ്രസ്. അതാണ് പ്രശ്നം. ഈ തളിപ്പറമ്പിൽ വലിയ രാഷ്ട്രീയ സദാചാരവും രാഷ്ട്രീയ ധാർമ്മികതയും പറയുന്ന കോൺഗ്രസ് നേതാക്കൾ, കോൺഗ്രസ് പാർട്ടി അതേ രാഷ്ട്രീയ ധാർമ്മികതയും സദാചാരവും എന്തുകൊണ്ടാണ് പാലക്കാട് ജില്ലയിലെ കോങ്ങാട് മണ്ഡലത്തിൽ പാലിക്കാൻ അവർക്ക് പറ്റാത്തത് അല്ലെങ്കിൽ ചെയ്യാത്തത്? എന്ത് മറുപടി പറയും? അതിന് ന്യായീകരണം എനിക്ക് കേൾക്കണ്ട. അത് ജനങ്ങൾക്ക് അറിയാം, ജനങ്ങൾ മനസ്സിലാക്കിക്കോളും. ഒന്ന്. മറ്റൊന്ന്, പ്രതീക്ഷ ഇപ്പൊ കുറച്ചു മുമ്പ് ഒരു മണിക്കൂർ ആയില്ല ആലപ്പുഴയിലെ പ്രസ് ക്ലബിൽ ഒരു വാർത്താ സമ്മേളനം കഴിഞ്ഞിട്ട് ആലപ്പുഴ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റാണ് സജി ജോസഫ്. കുട്ടനാട് ഇടത്തോക്കാരനാണ്. കുട്ടനാട് സീറ്റ് പേയ്മെന്റ് സീറ്റാക്കി വിറ്റു കോൺഗ്രസ് നേതാക്കൾ എന്ന് പറഞ്ഞ പാർട്ടിയിൽ നിന്ന് രാജിവെച്ചത് പ്രഖ്യാപിക്കാനായിരുന്നു പത്രസമ്മേളനം. രാജിവെച്ചു. കുട്ടനാട്ടിലെ സൗത്ത് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയിലെ ബഹുഭൂരിപക്ഷം ഭാരവാഹികൾ അദ്ദേഹത്തോടൊപ്പം രാജിവെച്ചു. സജി ജോസഫ് വിമതനായി സ്വതന്ത്രമായി മത്സരിക്കാൻ പോവുകയാണെന്ന് വാർത്താ സമ്മേളനം പ്രഖ്യാപിക്കുകയും ചെയ്തു. എന്തുകൊണ്ടാണ്? കുട്ടനാട് സീറ്റ് ഒരു ബാർ മുതലാളിക്ക്, റജി ചെറിയ എന്ന ബാർ മുതലാളിക്ക് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന്റെ അക്കൗണ്ടിലാണ് ടിക്കറ്റ് കൊടുത്തിരിക്കുന്നത്. പക്ഷെ ഇങ്ങനെയാണ് കൊടുത്തേക്കുന്നത്. അപ്പൊ ഈ ആരാണെന്ന് മനസ്സിലാക്കണം. സജി ജോസഫ് പറയട്ടെ. മാവേലിക്കര MP കൊടിക്കുന്നിൽ സുരേഷിന്റെ
ഹൃദയ വിശ്വസ്തനായ വ്യക്തിയാണ് സജി ജോസഫ് എന്ന് മനസ്സിലാക്കണം. അയാളാണ് ഈ DCC വൈസ് പ്രസിഡന്റ് രാജിവെച്ചിരിക്കുന്നത്. വെറുതെയാണോ? മറ്റൊന്ന്, ജി സുധാകരൻ അമ്പലപ്പുഴയിൽ സീറ്റ് കൊടുത്ത് പ്രതിഷേധിച്ച് അമ്പലപ്പുഴ നിയോജകമണ്ഡലം യൂത്ത് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ഷാനു ഭൂട്ടോ രാജിവെച്ചു. ഇവരുടെയൊക്കെ പുറയിൽ വലിയ വലിയ നേതാക്കളാണ് ഉള്ളതെന്നേ. ഏകപക്ഷീയമായ സ്വന്തം തീരുമാനപ്രകാരം രാജിവെച്ചു. രണ്ട് സൈഡിലും ഉണ്ട്. നോക്കൂ, അമ്പലപ്പുഴയിൽ സുധാകരൻ എന്ന അധികായൻ ആ രാഷ്ട്രീയത്തോട് CPM രാഷ്ട്രീയം മാറ്റിവെച്ച് ഈ തെരഞ്ഞെടുപ്പിൽ എത്തുകയാണ്. കണ്ണൂരിൽ നോക്കൂ, ഇളകാത്ത കോട്ട. കണ്ണൂരിൽ നിന്നും പല പല അപശബ്ദങ്ങൾ ഉണ്ടായി, അത് പൊട്ടിത്തെറിയിലേക്ക് അടക്കം പോകുന്നു. അപ്പോൾ ഇതൊക്കെ ഒരു അസാധാരണ സാഹചര്യം അവിടെയുണ്ട് ഇവിടെയുമുണ്ട്. എനിക്ക് തോന്നുന്നു കോൺഗ്രസിൽ ഏറെക്കുറെ പ്രശ്നങ്ങൾ പരിഹരിച്ചു. സുധാകരനെ പോലെയുള്ള ഒരാൾ സ്വാഭാവികമായ ഒരു ക്ലെയിം വെക്കുമ്പോൾ അത് ഈ ദിവസം 1-2 ദിവസം പോയെങ്കിലും ഇന്നൊരു പ്രഖ്യാപനം വൈകുന്നേരത്തോടെ വന്നു കഴിഞ്ഞാൽ അതവിടെ പരിഹരിക്കപ്പെട്ടു. ആ നിലയ്ക്ക് കോൺഗ്രസിന് വൈകിട്ടോടുകൂടി കോൺഗ്രസ് അങ്ങനെയല്ല. ഇതിനെല്ലാം അവിടെയുമുണ്ട് ഇവിടെയുമുണ്ട് എന്ന് സമീകരിക്കുന്ന താങ്കളുടെ മാധ്യമ ശൈലിയോട് ഞാൻ കടുത്ത വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നു. അതല്ല, അങ്ങനെയല്ല ഇത്തരം കാര്യങ്ങളെ കാണേണ്ടത്. കുറെ കൂടെ സമഗ്രമായി കോംപ്രഹെൻസീവായിട്ട് ഈ വിഷയം കാണാൻ ബാധ്യപ്പെട്ട ഒരാളാണ് മാധ്യമ പ്രവർത്തകൻ എന്ന് പറയുന്നത്. ഇത് CPM നിന്ന് ഇപ്പം ജി സുധാകരൻ ലവി അടയ്ക്കാതെ സ്വയം രാജിവെച്ച് പുറത്തേക്ക് പോവുകയാണ്. TK ഗോവിന്ദനെതിരെ നടപടിയെടുത്തു, PK ശശിക്കെതിരെ നടപടിയെടുത്തു. ഈ കോൺഗ്രസ്സുകാർ അവർക്കെതിരെ വരുന്ന ഇത്തരം കക്ഷികളെ അവിടെ ഇവിടെ ഉണ്ടെന്ന് താങ്കൾ പറയുന്ന ഇതേ കക്ഷികളെ എന്ത് ചെയ്തു എന്നവർ ചെയ്തിട്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ അത് അങ്ങനെ സമീകരിക്കരുത്. അതെല്ലാം ജനറലൈസ് ചെയ്ത് പോകരുത്. വ്യക്തതയോടെ ഓരോ കക്ഷികളും ചെയ്തത് പറയൂ. മുസ്ലിം ലീഗിലെ പൊട്ടിത്തെറി ചെറിയ കാര്യമാണ്. നുർബീന റഷീദ് എന്ന് പറയുന്ന ലീഗിന്റെ നേതാവ് 2 തവണ അവിടെ നിൽക്കട്ടെ. ശ്രീകുമാർ പറഞ്ഞല്ലോ കാര്യങ്ങൾ, അവിടെ നിൽക്കട്ടെ. നുർബീന റഷീദ് പറഞ്ഞ എന്താണ്? വളരെ ശ്രദ്ധേയമായ പ്രസ്താവനയാണ് നടത്തിയത്. ഈ പ്രായപരിധി എന്ന് പറയുന്നത് പുരുഷന്മാർക്ക് മാത്രം, സ്ത്രീകൾക്ക് മാത്രമേ ബാധകമാവുകയുള്ളൂ, പുരുഷന്മാർക്ക് ബാധകമല്ലേ എന്ന വലിയൊരു ചോദ്യമാണ് വനിതാ പ്രതിനിധി, ലീഗിന്റെ വനിതാ പ്രതിനിധി എന്നുള്ള നിലയിൽ അവർ കേരളീയ പൊതുസമൂഹത്തോട് ഉയർത്തുന്നത്. മറുപക്ഷത്തെ BJPയിൽ എന്താണ് കാണുന്നത്? കുമ്മനം രാജശേഖരൻ ഈ ചെറിയ കക്ഷികളൊന്നുമല്ല. ഇദ്ദേഹം ആരാണ്? നമ്മുടെ കോഴിക്കോട്ടെ MT രമേശ്, B ഗോപാലകൃഷ്ണൻ തുടങ്ങിയ പ്രമുഖർ അവർക്ക് സീറ്റ് കൊടുക്കാത്തതിലും എന്ന് മാത്രമല്ല BDJS അവർ കണ്ടുവച്ചിരുന്ന സീറ്റുകളെല്ലാം BDJS കൊടുത്തതിലുമുള്ള അസംതൃപ്തി പരസ്യമാക്കി രാജീവ് ചന്ദ്രശേഖരനെ ഇടയുകയാണ്. ഇതെല്ലാം അവിടെയും ഇവിടെയും ഒരുപോലെ എന്ന് പറഞ്ഞ് എങ്ങനെയാണ് സമീകരിക്കാൻ കഴിയുക? തീർച്ചയായും ഇന്നത്തെ സാഹചര്യം വെച്ച് ഇന്നത്തെ കോൺഗ്രസിന്റെ സാഹചര്യം വെച്ച് തന്നെ ചർച്ച ചെയ്യണം എന്നാണ് താങ്കൾ പറയുന്നത്. ശ്രീ N ശ്രീകുമാർ, ഇന്ന് MK രാഘവൻ പറഞ്ഞൊരു കാര്യമുണ്ട്, വളരെ പ്രധാനപ്പെട്ടതാണ്. MK രാഘവന്റെ ആ ബൈറ്റിൽ സൂചിപ്പിച്ച എന്താണ്? അദ്ദേഹം ഒരു സീറ്റ് അത് തോൽക്കുന്ന സീറ്റാണെങ്കിലും അത് ഇറങ്ങി MP-മാരായാലും അല്ലെങ്കിൽ താനടക്കം ആ ഒരു സീറ്റ് പിടിച്ചെടുക്കുക, ഓരോ സീറ്റും തിരഞ്ഞെടുപ്പിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ അങ്ങനെ ഒരു ക്ലെയിം അദ്ദേഹം കൂടി ഉന്നയിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിനടക്കം അമർഷമുണ്ട് 2 പേർക്കോ അല്ലെങ്കിൽ ഒരാൾക്കോ കൂടി ഈ പൊതുമാനദണ്ഡത്തിൽ ഇളവ് നൽകുന്നതിൽ. ഉണ്ണിത്താൻ കടുത്ത ഭാഷയിലാണ് സംസാരിച്ചത്. അപ്പോൾ അതൊക്കെ ഒരു പൊട്ടിത്തെറിയായി നിൽക്കുകയാണ്. അത് കാണാതെ പോകാതിരിക്കാൻ കഴിയില്ലല്ലോ. ശ്രീ പ്രജീഷേ, അതായത് ഇന്ന് ശ്രീ MK രാഘവേട്ടൻ പറഞ്ഞ എന്താണ്? ഞാൻ മത്സരിക്കാനുള്ള താല്പര്യം പ്രകടിപ്പിച്ചിട്ടില്ല, പക്ഷെ ഒരു സീറ്റിൽ ഞാൻ മത്സരിക്കുകയാണെങ്കിൽ എന്ന് വെച്ചാൽ കോൺഗ്രസിന് ഒരു സീറ്റ് കൂടുതൽ എടുക്കാൻ വേണ്ടി പറ്റുകയാണെങ്കിൽ ആ സീറ്റിൽ എന്നോട് മത്സരിക്കാൻ ആവശ്യപ്പെട്ടു എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. അത് അദ്ദേഹം പറഞ്ഞത് എനിക്ക് 3 വർഷം കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതൊരു വിഷയമല്ല. ഇവിടെ നോക്കൂ, കോൺഗ്രസിലും CPM-ലും BJP-ലും പ്രശ്നങ്ങൾ ഉണ്ടെന്നേ തെരഞ്ഞെടുപ്പ് കാലത്ത്. അത് കോൺഗ്രസിൽ എക്കാലത്തും ഉണ്ട്. ഇത്തവണ അത് CPM-ൽ കൂടി BJP-ലും ഉണ്ട്. CPM-ല് ജയേന്ദ്രൻ പറയുന്നത് CPM-ലത്തൊക്കെ വേറെ വിഷയങ്ങളും കോൺഗ്രസിലെ വേറെ വിഷയങ്ങളും അല്ല. ഇപ്പൊ അദ്ദേഹം പറഞ്ഞു KA തുളസിയെ മത്സരിപ്പിച്ചു. KA തുളസി എന്ന് പറയുന്നത് മുൻപ് 3 തവണ മത്സരിച്ചിട്ടുണ്ട്, ജയിച്ചിട്ടില്ലെന്നേ ഉള്ളൂ. ചേലക്കര മത്സരിച്ചു, ഒറ്റപ്പാലത്ത് മത്സരിച്ചു. അവരിത്തവണ കോങ്ങാട് ലീഗിന്റെ ഇന്ന് വാങ്ങിയിട്ട് അവർ മത്സരിക്കുന്നു. ശ്രീകണ്ഠന്റെ ഭാര്യ തന്നെയാണ്, സംശയമൊന്നുമില്ല. പക്ഷെ അവർ വനിതാ കമ്മീഷൻ അംഗം ഉൾപ്പെടെ കോൺഗ്രസിന്റെ ഒരു നേതാവാണ്. അപ്പുറത്ത് ശ്യാമള CPM നേതാവാണ്, സംശയം വേണ്ട. ശ്യാമള CPM-ന്റെ നേതാവ് തന്നെയാണ്, സംശയം വേണ്ട. അവിടെ എന്താ CPM പ്രശ്നം എന്താണ്? അവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാല് TK ഗോവിന്ദൻ പറഞ്ഞ കാര്യം എന്താണ്, കുഞ്ഞികൃഷ്ണൻ പറഞ്ഞ കാര്യം എന്താണ്, G സുധാകരൻ പറഞ്ഞ കാര്യം എന്താണ്? അത് ആ പാർട്ടിയുടെ ആശയപരവും ധാർമ്മികവുമായ ചില വിഷയങ്ങളാണ്. ഞാൻ അവിടെ ചർച്ചയാക്കുന്നില്ല. അത് ഈ ഇതിന്റെ നമ്മുടെ ശ്യാമളയുടെ കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ പറയാം.
അതായത് ഞാൻ പറയുന്നത് കേൾക്കും. കേൾക്കുന്നുണ്ട്. ശ്യാമളയുടെ കാര്യം പറഞ്ഞ മാത്രം കൊണ്ട് ഞാൻ പറയാം. ശ്യാമള മറ്റേ ശ്യാമളയെ സ്ഥാനാർത്ഥിയാക്കണം എന്ന് കമ്മിറ്റി തീരുമാനിച്ചപ്പോൾ അവിടെ ഒരു ധാർമ്മികയുടെ പ്രശ്നം വന്നു. എന്താണ്? 3 ടേം MLA ആയിരുന്ന പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ഇറങ്ങി പോകുമ്പോൾ അവിടെ വേറൊരു വനിതയായ എൻ സുകന്യയെ മത്സരിപ്പിച്ചുകൂടെ എന്ന് ചോദിച്ചു. അല്ല, പാർട്ടി തീരുമാനം ശ്യാമളയെ മത്സരിപ്പിക്കാനാന്ന് പറഞ്ഞു. താൻ ഇറങ്ങി പോകുമ്പോൾ തന്റെ ഭാര്യയെ തന്നെ ആ സ്ഥാനത്ത് ഇരുത്തണം എന്നൊരു കമ്മ്യൂണിസ്റ്റ് കീഴടക്കമല്ല എന്ന് പറഞ്ഞു. അതാണ് അവിടുത്തെ വിഷയം. ഇവിടെ തുളസിയെ സ്ഥാനാർത്ഥിയാക്കിയതിൽ ആരും പ്രശ്നം പറഞ്ഞിട്ടില്ല. ഇവിടെ രാഘവട്ടന്റെ വിഷയം ഇന്ന് രാവിലെ ചാനലിൽ രാഘവട്ടൻ പറഞ്ഞു കേട്ടിട്ട് ആ ചാനലിന്റെ അവരുടെ ചാനൽ ലേഖകരുടെ ചോദ്യങ്ങൾ കേട്ടിട്ട് സത്യം പറഞ്ഞാൽ നമുക്ക് ഒരു അമ്പരപ്പ് വന്നു. നോക്കൂ പ്രതീക്ഷ, നമ്മുടെ മുഖ്യമന്ത്രി കണ്ണൂരുണ്ട്. ഇത്രയും വലിയ പ്രശ്നങ്ങൾ, പൊളിറ്റിക്കൽ പ്രശ്നങ്ങളെ, പാർട്ടിക്കുള്ളിലെ CPM-ലെ പ്രശ്നങ്ങൾ ഒരു വാർത്താലേഖകനും മുഖ്യമന്ത്രിയുടെ മുന്നിലേക്കൊന്നും പോകുന്നില്ലല്ലോ. ഞാനും ചെയ്യാൻ തന്നെ മാധ്യമപ്രവർത്തകരാ. ഞങ്ങൾക്ക് വ്യത്യസ്ത രാഷ്ട്രീയമാ. എന്താ മുഖ്യമന്ത്രിയുടെ മുമ്പിൽ പോകാത്ത നമ്മുടെ മാധ്യമപ്രവർത്തകര്? തീർച്ചയായും അവിടെയാണ് കോൺഗ്രസിലെ ജനാധിപത്യമായിട്ടുള്ള രീതികൾ, ചർച്ചകൾ, അതൊക്കെ സ്വാഭാവികമായും ആരും അങ്ങനെ ഇത്തരം ഘട്ടത്തിൽ മുമ്പും മാറി നിന്നിട്ടില്ല. എല്ലാവരും മാധ്യമങ്ങളെ അഭിമുഖീകരിക്കുക തന്നെ ചെയ്തിട്ടുണ്ട്. ചർച്ചയിലേക്ക് തിരികെ, അസാധാരണമായ ഒരു പ്രതിസന്ധി കോൺഗ്രസ് അത് പരിഹരിക്കുന്നു എന്നുള്ളതാണ്. എൻ ശ്രീകുമാർ, ഇപ്പോൾ MPമാർക്ക് ഇളവ് നൽകുകയാണ്. പ്രധാനപ്പെട്ട കരുത്തരായ ആളുകളൊക്കെ മത്സരിക്കട്ടെ എന്ന് പറയുമ്പോൾ അവിടെ KC വേണുഗോപാൽ ഉണ്ട്. അദ്ദേഹം MP ആണ്. അദ്ദേഹം കേരളത്തിലെ ആലപ്പുഴയിലേക്ക് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു സീറ്റിൽ മത്സരിച്ചു കഴിഞ്ഞാൽ അത് കൂടുതൽ കരുത്ത് പകരില്ലേ എന്ന ചോദ്യമൊക്കെ ഉണ്ടാകും. അങ്ങനെയുള്ള ചർച്ചകൾ പോലും ഇപ്പോൾ ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൊക്കെ വരുന്നുണ്ട്. അല്ല, അതിലെ വ്യത്യാസമുണ്ട്. കാരണം KC വേണുഗോപാൽ സംഘടനാ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറിയാണ്, MP ആണ്. അദ്ദേഹം ഒരു MLA ആയിട്ട് മത്സരിക്കുമ്പോൾ ഈ എതിർപ്പാളയത്തിൽ ഈ നമ്മുടെ CPM-ഉം അതുപോലെയുള്ള BJP-യും പോലുള്ള പ്രസ്ഥാനങ്ങളെ വേണുഗോപാലൻ മത്സരിക്കുന്നത് മുഖ്യമന്ത്രി സ്ഥാനം ആഗ്രഹിച്ചിട്ടാണ്. അപ്പൊ VD സതീശനെയും രമേശ് ചെന്നിത്തലയെയും വെട്ടാനാണെന്നൊക്കെ പറഞ്ഞിട്ട് പ്രചരണം കൊടുക്കും. അപ്പൊ ചില നിഷ്പക്ഷരായ ജനങ്ങളുണ്ട്. അപ്പൊ അവര് വിചാരിക്കുക അത് ശരിയാണല്ലോ, എന്തിനാണ് ഇവരിങ്ങനെ തല്ലുകൂടുന്നെന്ന് വിചാരിച്ചാൽ ചിലപ്പോ ഒരു ഉറുമ്പിന്റെ ഒരു പൊടിയുറുമ്പിന്റെ കനത്തിലുള്ള വോട്ട് പോയാലോ, അതൊരു വിഷയമാണ്. അപ്പൊ വേണു ഒന്ന് മത്സരിക്കാൻ പോകുന്നത്. ഇനിയിപ്പോ മത്സരിക്കുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. കാരണം എല്ലാ ആരോപണങ്ങളെയും എതിർത്തുകൊണ്ട് മത്സരിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ മത്സരിക്കാനുള്ള സാധ്യത കാണുന്നില്ല. അത് നല്ല തന്ത്രമായിട്ട് എനിക്ക് തോന്നുന്നുമില്ല. മറിച്ച് സുധാകരൻ മത്സരിക്കുന്നത് ഞാൻ ഈ പറഞ്ഞ കാരണം കൊണ്ടാണ്. അടൂർ പ്രകാശ് മത്സരിക്കുന്നത് ശിവഗിരി പ്രസ്ഥാനങ്ങളുടെ ഒരു താല്പര്യമുണ്ട്. അതൊക്കെ നമ്മൾ പച്ചയായിട്ട് പറയാണ്. ഞാൻ ഇതൊന്നിപ്പോ ഈ നേരത്തെ മുൻപ് KPC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റുമ്പോൾ ഒരു ഉറപ്പ് നൽകിയതായി അദ്ദേഹം അവകാശപ്പെടാം. അദ്ദേഹത്തിന് ഇപ്പോഴും അത് അവകാശവാദം ഉന്നയിക്കാം. പക്ഷേ എന്തിനാണ് അടൂർ പ്രകാശ് അവിടെ നോക്കുക? ആറ്റിങ്ങൽ മണ്ഡലത്തിൽ വളരെ നിസ്സാരമായിട്ടുള്ള ഭൂരിപക്ഷത്തിന് അല്ലെങ്കിൽ വോട്ടുകൾക്കാണ് ജയിച്ചു കയറുന്നത്. അപ്പോൾ ഇനി എന്താണ്? പൂർണ്ണമായും അവിടെ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ, കോന്നിയിൽ അദ്ദേഹം വിജയിക്കുകയാണെങ്കിൽ തെരഞ്ഞെടുപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് പൂർണ്ണമായും അത് തിരിച്ചു പിടിക്കാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പില്ല. അപ്പോൾ അവിടെ പറയാം, നിയമസഭാ തെരഞ്ഞെടുപ്പല്ലേ, ഓരോ സീറ്റും വളരെ പ്രധാനപ്പെട്ടതല്ലേ. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ സീറ്റിലും ഞാൻ നേരത്തെ പറഞ്ഞ KCക്കും അങ്ങനെ ക്ലെയിം വെക്കാം, ഓരോരുത്തർക്കും ക്ലെയിം വെക്കാം. അപ്പോൾ അടൂർ പ്രകാശ് ഈ രംഗത്തേക്ക് വരുന്നത് എന്തുകൊണ്ടായിരിക്കാം? ഈ സാമുദായിക ഇക്വേഷൻ കൊണ്ട് മാത്രമാണോ? അല്ല, അത് 2 കാര്യമുണ്ട്. ഒന്ന്, അടൂർ പ്രകാശിന് മത്സരിക്കാൻ താല്പര്യമുണ്ട്. 3 കാര്യമുണ്ട്. ഒന്ന്, അടൂർ പ്രകാശിന് മത്സരിക്കാൻ താല്പര്യമുണ്ട്. 2, കോന്നി ഇപ്പൊ CPM-ന്റെ കയ്യിലാണ്, അത് തിരിച്ചു പിടിക്കണം. 3, ശിവഗിരി മഠത്തിന്റെ അവരുടെ ഒരു അഭിപ്രായം ഉണ്ടായിരുന്നു. ആ അഭിപ്രായത്തിന് വില കൽപ്പിക്കുന്നു എന്നൊരു തോന്നലുണ്ടാകും. ഈ 3 കാര്യങ്ങൾ അവിടെ സാധ്യതമാകും. മറിച്ച് ആലപ്പുഴയിൽ KC വേണുഗോപാൽ മത്സരിക്കുകയാണെങ്കിൽ അവിടെ പ്രത്യേകിച്ചൊരു ഇതൊന്നുമില്ലാണ്. KC വേണുഗോപാൽ മത്സരിക്കുന്നത് മാത്രമല്ല, അത് മത്സരിക്കാനുള്ള സാധ്യതയില്ല. അത് അദ്ദേഹത്തെ മുഖ്യമന്ത്രി ആവാൻ മോഹൻ എന്നൊക്കെ പറഞ്ഞ് വെറുതെ ഈ ചില സോഷ്യൽ മീഡിയയിലൊക്കെ കൊണ്ടുവരുന്നത് നമ്മുടെ ചില സുഹൃത്തുക്കൾ പറയുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാല് കോൺഗ്രസിലും CPM-ലും BJP-ലും ഒക്കെ പ്രശ്നം ഉണ്ടെന്നുള്ള വ്യക്തമാണ്. നമ്മൾ ആരും ഒളിച്ചു വെക്കുന്നത്, ഞാൻ ഒളിച്ചു വെക്കാറില്ല. പക്ഷെ എന്തുകൊണ്ടാണ് നമ്മുടെ മുഖ്യമന്ത്രി ആ പാർട്ടിയിലത്തെ കാര്യങ്ങൾ അവരുടെ പ്രവർത്തകരോട് പറയാത്തത്, അവരുടെ അനുഭാവികളോട് പറയാത്തത്? പൊതുയോഗത്തിൽ പ്രസംഗിച്ചുകൊണ്ടായില്ലല്ലോ. മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് ഉത്തരം പറയണ്ടേ? VD സതീശനെ എത്ര തവണ കാണുന്നു മാധ്യമപ്രവർത്തകരെ? ഈ കണ്ണൂരിലുള്ള നമ്മുടെ മാധ്യമ സുഹൃത്തുക്കൾക്ക് എന്താണ് ഒരു ദിവസം മുഖ്യമന്ത്രിയുടെ ഗസ്റ്റ് ഹൗസിൽ പോയിട്ട് സാറിനെ ഒന്ന് കാണണമെന്ന് പറഞ്ഞുകൂടെ? അപ്പൊ അവർ പാർട്ടി സമ്മതിക്കില്ല. എന്താ പാർട്ടി സമ്മതിക്കാത്തെ? പറയാൻ പറ്റില്ല. കോൺഗ്രസിന് പറയാം ഞങ്ങൾ ഇന്ന ചെയ്യും എന്ന് പറയാം. CPM-ന് പറയാൻ പറ്റില്ല. കാരണം സുധാകരൻ പോയി. ഈ KT ഗോവിന്ദൻ എന്ന് പറഞ്ഞ ആൾ ആരാണെന്ന് പ്രജീഷിന് അറിയാമല്ലോ എന്നെക്കാട്ടിലും കൂടുതൽ. അദ്ദേഹം ഈ പിണറായി വിജയന്റെ പോസ്റ്റിലിരിക്കേണ്ട ആളാ. പിണറായി വിജയന്റെയോ MV ഗോവിന്ദന്റെയോ പദവിയിൽ ഇരിക്കേണ്ട ആളാണ് ഗോവിന്ദ മാഷ്. അദ്ദേഹം ആയിപ്പോയില്ല എന്നുള്ളൂ. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഈ മലമേഖലയായ മൈകിലും ശ്രീകണ്ഠാപുരത്തും ഒക്കെ ഞാൻ കയറിയിറങ്ങി നടന്നു. അത് ആലോചിക്കണം.
അവിടെ നിന്ന് ഇവര് തിരുവനന്തപുരത്തെത്തി സെക്രട്ടേറിയറ്റിലെ ഗോവിന്ദ മാഷെ ഇന്നാണ് ജനങ്ങൾ അറിയുന്നത്, ഓ മാഷ് ഇത്ര സീനിയർ ആണോ എന്ന്. 25 വർഷം ഏരിയ സെക്രട്ടറി ആയിരുന്ന ഒരാള് അദ്ദേഹത്തെ എന്താ ഈ പാർട്ടിയിൽ ഉന്നത സ്ഥാനത്തിൽ എത്താൻ പറ്റില്ലേ? പകരം ഇന്ന് ജില്ലാ സെക്രട്ടറി അത് SFI നേതാവ് KK രാഗേഷ് അല്ലേ മുഖ്യമന്ത്രിയുടെ ആഗ്രഹപ്രകാരം. അപ്പൊ എല്ലാ പാർട്ടിയിലും ഉണ്ട്, കോൺഗ്രസിലും ഉണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷെ കോൺഗ്രസിൽ ഇത്തവണ എന്താണെന്ന് വെച്ചാൽ അധികാരം കിട്ടുമെന്ന് ഉറപ്പായപ്പോൾ നേതാക്കൾക്കിടയിൽ ഭിന്ന സ്വരം ഉണ്ടായി. ഒരു പരിധി വരെയൊക്കെ പ്രവർത്തകർ സഹിക്കും, പരിധി വിട്ടാണ്ടല്ലോ ഈ കോൺഗ്രസ് പ്രവർത്തകർക്ക് സ്വഭാവമുണ്ട്. പരിധി വിട്ടാൽ അവർ കടന്നാക്രമിക്കും നേതാക്കളെ. അതിനു വേണ്ടി കാത്തിരിക്കാതെ എത്രയും പെട്ടെന്ന് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ച് ഈ പ്രശ്നം തീർക്കുകയാണ് കോൺഗ്രസ് നേതാക്കൾക്ക് നല്ലതെന്ന് പ്രവർത്തകരുടെ വികാരം നല്ലോണം അറിയാവുന്ന ഒരാളെന്ന് നിലയ്ക്കാൻ പറയാം. അവർ ക്ഷമിക്കും, കുറെ ക്ഷമിക്കും, തർക്കമൊന്നും ഇല്ലാത്ത കാര്യമാണ്. കാരണം വെച്ചാൽ കോൺഗ്രസ് എല്ലാ കാലത്തും ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു നിൽക്കാം. പക്ഷെ ഘട്ടം കഴിഞ്ഞാൽ ഇപ്പൊ നോക്കൂ, CPM-ലെ ഒരുപാട് വിഷയങ്ങൾ ചർച്ചയാവാതിരിക്കുകയല്ലേ പൊതുമധ്യത്തില്? ചർച്ചയാകാതിരിക്കും. 2 ദിവസം ചർച്ച ചെയ്തു, ഇന്ന് ചർച്ച അതല്ലല്ലോ, ഇന്ന് കോൺഗ്രസ് അല്ലേ ചർച്ച. അപ്പൊ ഇന്ന് ഈ പ്രശ്നം തീരുമെന്ന് നമുക്കറിയാൻ തീരുന്നുള്ളത്. പക്ഷെ ഇപ്പൊ മാധ്യമങ്ങൾ തുറന്നാൽ എന്താണ്? കോൺഗ്രസിൽ പൊട്ടിത്തെറി, കോൺഗ്രസിൽ കലഹം. MK രാഘവേട്ടന്റെ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുന്ന അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചാനലിലത്തെ സ്ക്രോളിംഗ് ഹെഡിങ് എന്താ അറിയാമോ? കോൺഗ്രസിൽ കലഹം. രാഘവേട്ടൻ ഒരു കലഹവും പറഞ്ഞില്ല. ആയിക്കോട്ടെ, അതൊക്കെ നമ്മുടെ ഇന്നത്തെ ഒരു ട്രെൻഡാണ്, മീഡിയ ട്രെൻഡ്. ശ്രീകുമാർ, അത് CPM-ൽ ഉണ്ടാകുന്നത് നമ്മൾ CPM-ൽ കലാപക്കൊടി, CPM-ൽ കലഹം, CPM-ൽ പൊട്ടിത്തെറി, ഇതൊക്കെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലെ ചർച്ച. ഇന്നിപ്പോൾ 24 മണിക്കൂറിൽ പ്രഖ്യാപനത്തിന് ശേഷം ഞങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എപ്പോൾ പ്രഖ്യാപിച്ചതിന് ശേഷം ഉടൻ പ്രഖ്യാപനം എന്ന് പറഞ്ഞ പാർട്ടിക്കുണ്ടാകുന്ന ആ ഒരു അസ്വാഭാവികത, അത് തീർച്ചയായും അത് അളന്ന് തൂക്കിയത് അവതരിപ്പിക്കുന്നത് മാധ്യമങ്ങളുടെ ജോലി തന്നെയാണ്. തീർച്ചയായും ഒരു ഇടവേള എടുത്ത ശേഷം ശ്രീ മോഹൻ വർഗീസ് കൂടി രാഷ്ട്രീയ നിരീക്ഷകൻ ചേരുന്നുണ്ട്. കോൺഗ്രസിന്റെ ബാക്കി സ്ഥാനാർത്ഥികളുടെ പട്ടിക ഇന്ന് വൈകിട്ടോടുകൂടി വരുമെന്നാണ് അറിയുന്നത്. അതോടുകൂടി അംഗം കടുക്കുകയാണ്. ശ്രീ മോഹൻ വർഗീസ്, ചർച്ചയിലേക്ക് കടക്കുമ്പോൾ ഡൽഹിയിൽ നിന്ന് വരുന്ന വിവരങ്ങൾ അനുസരിച്ച് ഹൈക്കമാൻഡിന് മുൻപിൽ കടുംപിടുത്തം നടത്തിയ സുധാകരനും അതിനൊപ്പം കോന്നി അടൂർ പ്രകാശും നേരത്തെ ആഗ്രഹം പ്രകടിപ്പിച്ച 2 പേരാണ്. ഈ 2 പേർക്കും ഒരു ഇളവ് നൽകുന്നു എന്നാണ് നമുക്ക് ഒടുവിൽ അറിയാൻ കഴിയുന്നത്. അതോടുകൂടി പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുമോ? അതൊരു പുതിയൊരു ഉണർവിലേക്ക്, നേരത്തെ N. ശ്രീകുമാർ പറഞ്ഞതുപോലെ തന്നെ കണ്ണൂരിലേക്ക് സുധാകരൻ എത്തുമ്പോഴുണ്ടാകുന്ന ഒരു ആവേശം അത് ചില്ലറയല്ല. കോന്നിയിലേക്ക് ഈ സാമുദായിക ഇക്വേഷൻ അത് പാലിക്കപ്പെടാനും കഴിയുന്നു എന്നുള്ളതാണ്. താങ്കളുടെ വിലയിരുത്തൽ എന്താണ്? താങ്കൾ കാണുന്നത് എന്താണ്? തൽക്കാലത്തേക്ക് കോൺഗ്രസിന് മറ്റ് പോംവഴികളില്ല എന്ന ഒരു നിലയിലാണ് ശ്രീ പ്രജീഷ്. ഇപ്പോൾ 2 പേർ ഇതുപോലെ കടുംപിടുത്തം പിടിക്കുകയാണെങ്കിൽ അവർ ആ ഒരു പ്രദേശത്ത് അനിവാര്യരാണ് എന്നൊരു പ്രതീതി കൂടി ഉള്ളപ്പോൾ അവരെ ഈ ഘട്ടത്തിൽ ഈ 11-ാം മണി നേരത്തെ 2 പേരെയും കോന്നിയിൽ അടൂർ പ്രകാശിനെയും കണ്ണൂർ K. സുധാകരനെയും പിണക്കുന്നത് രാഷ്ട്രീയപരമായ ആത്മഹത്യയാവും എന്ന തിരിച്ചറിവാണ് ഹൈക്കമാൻഡിന്റെ ചട്ടവാറിന് വിധേയപ്പെടാതെ ഇങ്ങനെ നിൽക്കുന്ന ആളുകളെ അവസാനം ചേർത്ത് പിടിച്ച് മത്സരിക്കാൻ അവസരമൊരുക്കുക. കോൺഗ്രസിന് ഏതായാലും ഒരു കാര്യം ഉറപ്പിക്കാം, തൽക്കാലത്തേക്ക് ഈ 2 സീറ്റുകൾ പിടിക്കുന്നതിന് ഈ 2 പേരുടെ സാന്നിധ്യം വളരെ പ്രയോജനമാണ്, സംശയമില്ല. പക്ഷെ അവർ പ്രതിനിധാനം ചെയ്യുന്ന കുറച്ചുകൂടി ലാർജർ ലോക്സഭാ കോൺസ്റ്റിറ്റ്യുവൻസി ഉണ്ട്. 6 മാസം കഴിഞ്ഞ് അവിടെ തെരഞ്ഞെടുപ്പ് വന്നാൽ ഇവർ ജയിക്കും എന്ന് പ്രതീക്ഷിച്ച് 6 മാസത്തിനകം ആ തെരഞ്ഞെടുപ്പ് അവിടെ വരികയാണെങ്കിൽ ഈ ആറ്റിങ്ങൽ സീറ്റോ കണ്ണൂർ സീറ്റോ നിലനിർത്തുന്നതിന് കോൺഗ്രസ് പാർട്ടിക്കും UDF-നും വല്ലാതെ വിയർപ്പൊഴുക്കേണ്ടി വരുമെന്ന് നിസ്സംശയം പറയാം. ഇത് രണ്ടും തന്നെ അല്ല, അത് ശ്രീ മോഹൻ വർഗീസ് നോക്കൂ, ദേശീയതലത്തിൽ 100 സീറ്റ് അതല്ലേ, ഇവിടെ ഭരണമില്ല, ഭരണം എങ്ങനെയെങ്കിലും പിടിക്കണം, അതാണല്ലോ വലുത്. ഇന്ന് MK രാഘവൻ പറഞ്ഞതുപോലെ, ചില MPമാരടക്കം പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ യാഥാർത്ഥ്യങ്ങളെ ഉൾക്കൊള്ളണം. 10 കൊല്ലമാണ് പ്രതിപക്ഷത്തിരിക്കുന്നത്. അപ്പോൾ എന്ത് വില കൊടുത്തും ഓരോ നമ്പരും പോക്കറ്റിലേക്ക് ആക്കുക എന്നുള്ളതാണ്. അവിടെ വരുമ്പോൾ ഈ ബാക്കി കാര്യങ്ങൾ പിന്നീട് എന്ന് ചിന്തിക്കേണ്ടി വരികയാണ്. അതെ, അതാണ് പ്രായോഗികത. ഒരു പക്ഷേ കോൺഗ്രസിനെ കൊണ്ട് ഈ തീരുമാനം എടുപ്പിക്കുന്നത് 4 മണിക്ക് ചേരുന്ന കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി അന്തിമമായ ലിസ്റ്റിന് ഇനി 40 പേരുടെ കൂടെ പേരുകൾ പ്രഖ്യാപിക്കാനുണ്ട്. ഈ 40 പേരിൽ ഏതാണ്ട് തീർച്ചയായും K. സുധാകരന്റെ പേരുണ്ടാകും, അടൂർ പ്രകാശിന്റെ പേരുണ്ടാകും എന്ന നിലയിലാണ് ഇപ്പോൾ വരെ വരുന്ന റിപ്പോർട്ടുകൾ. അത് സ്ഥിരീകരിക്കുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ താൽക്കാലികമായ നേട്ടം തന്നെയാണ്. രണ്ടാമത്തെ ഒരു പ്രയോജനം ശ്രീ N. ശ്രീകുമാർ പറഞ്ഞൊരു കാര്യം തന്നെയാണ്. അതായത് ഇപ്പോഴൊരു കമ്മ്യൂണൽ ബാലൻസ് ഉണ്ടാവണം. കോൺഗ്രസ് പാർട്ടി എല്ലാവരുടെയും പാർട്ടിയാണ്. പക്ഷേ കേരളത്തിലെ ഏറ്റവും വലിയ സമുദായം ഈഴവ സമുദായമാണ്. ഈഴവ സമുദായത്തിന് കോൺഗ്രസിനുള്ളിൽ വേണ്ട പരിഗണന ലഭിക്കുന്നുണ്ടോ? ഉന്നത നേതൃത്വം, പ്രത്യേകിച്ച് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്ന 2 പേർ അല്ലെങ്കിൽ 3 പേർ എല്ലാവരും നായർ സമുദായത്തിൽപ്പെടുന്ന ആളുകളാണ്. അങ്ങനെയെങ്കിൽ ഈഴവ സമുദായത്തിന്റെ ഒരു നല്ല പിൻബലം ഉണ്ടാവണമെങ്കിൽ തീർച്ചയായും തലയെടുപ്പുള്ള നേതാക്കന്മാരെ, തീയ സമുദായത്തിൽപ്പെടുന്ന സുധാകരനെയും ഈഴവ സമുദായത്തിൽപ്പെടുന്ന
അടൂർ പ്രകാശിനെയും ഒക്കെ കളത്തിലേക്ക് ഇറക്കുമ്പോൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു ഉണർവ് അത് തീർച്ചയായും തള്ളിക്കളയാനാവില്ല. കാരണം ഒരു കോൺഗ്രസ് പാർട്ടി പോലൊരു പാർട്ടിക്ക് ഈ CPM-ന്റെ രീതികളല്ലല്ലോ. അതുകൊണ്ട് ഒരു സ്ഥാനാർത്ഥി നിർണയം ഒരുപാട് കാര്യങ്ങൾ പരിഗണിക്കേണ്ടി വരും. കമ്മ്യൂണൽ ബാലൻസ് പരിഗണിക്കേണ്ടി വരും, പ്രാദേശിക പരിഗണനകളുടെ സീനിയോറിറ്റി പരിഗണിക്കേണ്ടി വരും. പിന്നെ K. സുധാകരനെ സംബന്ധിച്ചിടത്തോളം തന്റെ രാഷ്ട്രീയത്തിന്റെ ഏതാണ്ട് അവസാന ഇന്നിങ്സിലേക്ക് വരികയാണ്. അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതിയൊക്കെ വളരെ മോശമാണ്. ഒരുപക്ഷെ അദ്ദേഹം ആഗ്രഹിക്കുന്നത് മന്ത്രിസ്ഥാനമായിരിക്കാം. പക്ഷെ ഇത് ഉണ്ടാക്കുന്ന കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ മന്ത്രിസ്ഥാനത്ത് നേരത്തെ എത്തിയിട്ടുള്ള, സംസ്ഥാനത്തും കേന്ദ്രത്തിലും ഒക്കെ മന്ത്രിസ്ഥാനത്ത് എത്തിയിട്ടുള്ള ഒരാളാണ് K. സുധാകരൻ. അടൂർ പ്രകാശും മുൻ മന്ത്രി തന്നെയായിരുന്നു. ഈ രണ്ടുപേരും ഇത്രയും തലയെടുപ്പുള്ള ആളുകൾ ജയിച്ചു വന്നു കഴിഞ്ഞാൽ കോൺഗ്രസിന് ഭരണം ലഭിക്കുകയും ചെയ്താൽ UDF മന്ത്രിസഭയിൽ ഈ രണ്ടുപേരും മന്ത്രിമാരായി വരുമ്പോൾ നോക്കൂ, അതൊക്കെ നൽകുന്ന സൂചന പൊതുജനങ്ങൾ ഇത് കാണുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് മാൻഡേറ്റ് ചെയ്ത് വിട്ട ഒരു സ്ഥാനാർത്ഥി ഇവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വലിയ വാശി കൂട്ടുമ്പോൾ അവര് മത്സരം ജയിച്ചേക്കാം. പക്ഷേ അത് ഉയർത്തുന്നത് അത്ര നല്ല ഒരു ഒപ്റ്റിക്സ് അല്ല. മാത്രമല്ല ശ്രീ മോഹൻ വർഗീസ്, ലീഗിലും വലിയ അസ്വാരസ്യങ്ങൾ ഉടലെടുക്കുന്നു. രണ്ടത്താണി കഴിഞ്ഞ തവണ പുനലൂരിൽ ഫീൽഡ് ജയിച്ചു. അത് കൊണ്ടിട്ടത് അദ്ദേഹത്തിന് തന്നെ അമർഷമുണ്ടായിരുന്നു. എങ്ങോ പുനലൂർ പോലെയുള്ള സീറ്റിൽ കൊണ്ട് അവിടെ ഇട്ടു, ഒന്നും ഉണ്ടായില്ല. ഇപ്പോൾ രണ്ടത്താണി ഇന്ന് അമർഷം രേഖപ്പെടുത്തി CPM-ന് LDF-ന് ഇടതുപക്ഷത്തിന് കൈകൊടുക്കുന്നു എന്ന ചില സൂചനകൾ വരികയാണ്. അത് CPM ഒരു പക്ഷേ CPM-ന് അറിയാമല്ലോ, കാരണം പ്രധാനപ്പെട്ട ഒരു നേതാവാണ്, ഒരു മുഖം തന്നെയാണ് ഈ രണ്ടത്താണി എന്ന് പറയുന്നത്. അപ്പോൾ അത് എങ്ങനെ പരിഹരിക്കപ്പെടുമെന്നാണ് മനസ്സിലാക്കുന്നത്? ലീഗിൽ വനിതാ ലീഗിന്റെ ഭാഗത്തു നിന്നും വലിയ അമർഷമുണ്ട്, അവരും രേഖപ്പെടുത്തുന്നു. പൊതുവേ ഇന്നലെ വന്ന 25 പേരുടെ ലിസ്റ്റ് നോക്കുമ്പോൾ നമുക്കൊരു ചേഞ്ച് തോന്നുന്നുണ്ടായിരുന്നു. എന്നെ സംബന്ധിച്ച് ലീഗിന്റെ ആ ഒരു ചേഞ്ച് തോന്നി. താങ്കൾക്ക് എന്താണ് കാണുന്നത്? താങ്കൾ എന്താണ് മനസ്സിലാക്കുന്നത്? ശ്രീ ബ്രജേഷ്, അത്യപൂർവമായി മാത്രമേ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൽ ഇതുപോലെയുള്ള പൊട്ടിത്തെറികൾ സംഭവിക്കാറുള്ളൂ. ഇത് പൊട്ടിത്തെറി എന്ന് പറയുന്നത് ശരിയല്ല. സാധാരണഗതിയിൽ പാണക്കാട് തങ്ങൾമാർ നൽകുന്ന അവസാന കൽപ്പന ശിരസ വഹിച്ചുകൊണ്ട് ലീഗിന്റെ അണികൾ അച്ചടക്കത്തോടു കൂടി തന്നെ അവർക്കുണ്ടെങ്കിലുണ്ട്, ഇല്ലെങ്കിലില്ല, അത് സ്വീകരിക്കുന്ന ഒരു പതിവാണ്. ഇപ്പോൾ ഈ ചില ആളുകളെങ്കിലും വനിതാ ലീഗിന്റെ ഭാഗത്തു നിന്ന് നേതാക്കൾ പരസ്യമായ വിമർശനത്തിന് അല്ലെങ്കിൽ വേറിട്ട വാക്കുകൾക്ക് മുതിർന്നു എന്ന് പറയുന്നത് ലീഗിനുള്ളിൽ ഒരു ഡെമോക്രാറ്റിക് പ്രോസസ് വരുന്നു എന്ന് പോസിറ്റീവായിട്ട് അതിനെ കാണാം. അതേസമയം വേണ്ട രീതിയിൽ പരിഗണനകൾ, കാരണം ലിംഗസമത്വം ഉൾപ്പെടെ പറയുകയും അതേസമയം അത് നൽകാതിരിക്കുകയും ചെയ്യുമ്പോൾ അത് ഈ പുരോഗമന ചിന്ത എത്രത്തോളം ഉൾക്കൊള്ളാൻ ലീഗ് ഡിഫാക്ടോ ഉൾക്കൊള്ളാൻ ശ്രമിക്കുന്നു എന്നതിനെ കുറിച്ച് ചോദ്യങ്ങൾ ഉണ്ടാവാം. അതുപോലെ രണ്ടത്താണി വളരെ സീനിയർ നേതാവാണ്. കഴിഞ്ഞ പ്രാവശ്യം മലപ്പുറം ജില്ലയിൽ നിന്നും ഇവിടെ കൊല്ലം ജില്ലയുടെ കിഴക്കൻ ഭാഗത്ത് കൊണ്ട് ഒരു സ്ഥാനാർത്ഥിയായിട്ട് നിർത്തുമ്പോൾ ഒരുതരം പണിഷ്മെന്റ് ട്രാൻസ്ഫർ പോലെയാണ്. ഒരു തരത്തിൽ പറഞ്ഞാൽ ഈ ശൈലജ ടീച്ചറോട് കാണിച്ചത് മട്ടന്നൂരിൽ നിന്നും പേരാവൂരിലേക്ക് മത്സരിക്കാൻ പോകണമെന്ന് പറയുന്നത് പോലെ അല്ലേ അത്? ഈ സ്വന്തം ഏറിയ, സ്വന്തം തട്ടകം, സ്വന്തം ജില്ല വിട്ട് വളരെയധികം യാതൊരു രീതിയിലും സ്വാധീനമില്ലാത്തൊരു മേഖലയിലേക്ക് പറിച്ചു നടുമ്പോൾ ഒരു തരം ഒതുക്കലാണ്. പക്ഷെ ഇത് ഒരു തിരഞ്ഞെടുപ്പിൽ അത് ശരിയായ ഒരു പക്ഷേ അത് സ്വീകരിക്കപ്പെടും. തുടർച്ചയായ തിരഞ്ഞെടുപ്പുകളിൽ അവഗണന വരുമ്പോൾ രണ്ടത്താണി പ്രതിഷേധിച്ചതിന് സ്വാഭാവികമായ പല കാരണങ്ങളുമുണ്ട്. അതുകൊണ്ട് തീർച്ചയായും UDF സംവിധാനത്തിന്റെ കെട്ടുറപ്പ് വലിയ ചോദ്യചിഹ്നം തന്നെയാണ്. പൊതുവെ രാഷ്ട്രീയമായ അനുകൂലമായ സാഹചര്യം വരുമ്പോൾ ഇതുപോലെയുള്ള പഠനമുടക്കങ്ങൾ കോൺഗ്രസ് പാർട്ടിക്കുള്ളിലും ലീഗിനകത്തും ഉള്ളത് തീർച്ചയായും UDF-ന്റെ ശോഭ കുറേയൊക്കെ കെടുത്താൻ പര്യാപ്തമാണ്. ശരി, അവസാനമായി ശ്രീ N. ശ്രീകുമാർ, വൈകിട്ട് 4:30-ക്ക് ശേഷം അല്ലെങ്കിൽ വൈകിട്ടോടുകൂടിയോ 6 മണിയോടുകൂടിയോ അതിനു മുൻപോ അതിന് ശേഷമോ വരുന്ന പട്ടികയിൽ കണ്ണൂരും കോന്നി ഈ രണ്ടിടത്ത് ഈ 2 പേർ, നമ്മൾ ഈ ചർച്ച ചെയ്യപ്പെടുന്ന കലാപക്കൊടിയൊക്കെ ഉയർത്തിയ 2 പേർ, അല്ലെങ്കിൽ K. സുധാകരൻ, അടൂർ പ്രകാശ്, ഈ 2 പേരുടെ പേര് തന്നെ ആയിരിക്കും അന്തിമം? അത് തന്നെയാണോ താങ്കളും പ്രതീക്ഷിക്കുന്നത്? അല്ല, പ്രതീക്ഷ കലാപക്കൊടി എന്ന് പറയുന്നത് നമുക്കൊരു മാധ്യമ പ്രവർത്തകൻ എന്നൊക്കെ പറയാം, കുഴപ്പമില്ല. പക്ഷെ അത് കോൺഗ്രസിനുള്ളിൽ നിൽക്കുന്ന ഒരാളുകൾക്ക് ഇത് കലാപക്കൊടിയായിട്ട് കാണാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാല് അതുകൊണ്ട് ഗുണം ഉണ്ടാവുമെങ്കിൽ ആ കലാപം നല്ലതല്ലേ. കാരണം ദോഷകരമാവുകയാണെങ്കിലാണ് അത് പ്രശ്നം. പക്ഷെ ഗുണകരമാവുകയാണെങ്കിൽ കുഴപ്പമില്ല. സംഗതി 2-3 ദിവസം മാധ്യമങ്ങളൊക്കെ എടുത്തിട്ട് അലക്കെങ്കിൽ പോലും അങ്ങനെ ഒരു തീരുമാനം ഉണ്ടാകാനാണ് സാധ്യതയെന്ന് ഞാൻ കരുതുന്നത്. അല്ലെങ്കിൽ ഈ 2 പേരും സുധാകരൻ ഇത്രയും വലിയ പ്രശ്നം ഉണ്ടാക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് അത് ഞാൻ പറഞ്ഞല്ലോ, രാഷ്ട്രീയത്തിലെ ചില സന്ദർഭങ്ങളിലെ ചില സാഹചര്യങ്ങളിലൊക്കെ നിലപാടുകളൊക്കെ മാറ്റേണ്ടി വരും. അത് നിലപാടുകൾ കൃത്യമായി ഉണ്ട്, നയമുണ്ടെന്ന് പറയുന്ന പാർട്ടികൾ പോലും മാറ്റുന്ന കാലഘട്ടത്തിലെ താരതമ്യ സത്യത്തിൽ കോൺഗ്രസ് ഇത്തവണ പ്രശ്നങ്ങൾ കുറവാണ്. കാരണം ഇത്തവണ എന്താ വെച്ചാൽ ഉന്നത നേതാക്കൾക്ക് അവരും പരസ്യമായിട്ടൊന്നും അവരും പറഞ്ഞിട്ടില്ല കേട്ടോ. ഇത് സുധാകരൻ മത്സരിക്കാൻ താല്പര്യമുണ്ടെന്ന് സുധാകരൻ ഒരിക്കൽ പറഞ്ഞു, അടൂർ പ്രകാശ് പറഞ്ഞിട്ടില്ല. പക്ഷെ നമുക്കത് അറിയാം, ഇങ്ങനെയൊക്കെ താല്പര്യങ്ങളുണ്ടെന്ന് അറിയാം. അത് ഉചിതമായ തീരുമാനമായിട്ട് അവരെ ഈ 2 പേരെയും മത്സരിപ്പിച്ചാൽ അതിന്റെ ഗുണമേ ഉണ്ടാവുള്ളൂ, ദോഷം ഉണ്ടാവില്ല. ഇനിയിപ്പോ മത്സരിപ്പിച്ചില്ലെന്ന് വെക്കുക,
അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ദോഷവും ഉണ്ടാവില്ല. അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പൊ ഒരു ചോദ്യം വരും, ഇത്രയും ദിവസം എന്തിനാ നീട്ടിയെന്നുള്ളൊരു ചോദ്യം വരും. കോന്നിയും അടൂര് കോന്നിയും കണ്ണൂരും നേരത്തെ 2 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരുന്നെങ്കിലോ എന്നൊക്കെ ചോദിച്ചാൽ പ്രഖ്യാപിച്ചിരുന്നെങ്കിലോ എന്ന് ചോദിക്കാൻ എളുപ്പമാണ്. പക്ഷെ പ്രഖ്യാപിച്ച ശേഷം എന്താ സംഭവിക്കാന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ കുറച്ച് ആലോചിച്ചാൽ തെറ്റുന്നില്ല. കാരണം സ്ഥാനാർത്ഥി ലിസ്റ്റ് പ്രഖ്യാപിച്ചിട്ട് ശ്യാമൾ ടീച്ചർക്കെതിരെ മറ്റേ CPM ഉണ്ടായ പൊട്ടിത്തെറി നമുക്ക് അറിയാമല്ലോ. അതിലും വേണം കുറച്ച് വൈകുന്നതല്ലേ, കുഴപ്പമില്ലല്ലോ. തീർച്ചയായും വളരെയധികം നന്ദി ശ്രീ N. ശ്രീകുമാർ, ശ്രീ മോഹൻ വർഗീസ്, M. ജയചന്ദ്രൻ ഈ രാഷ്ട്രീയ സാഹചര്യത്തിൽ പ്രതികരണം നടത്തിയത്.